ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലാണ് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് എല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. ഇനി ഇത് നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന സമയങ്ങളോർത്ത് ഓർത്തുകൊണ്ടിരിക്കുക. നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിട്ട് സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മളവിടെ നോക്കുന്നത്. അവർക്ക് പേഴ്സണെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ? നമുക്ക് കാർഡ് ചാടി വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ എത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പേജസ് ഓഫ് വാൻസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു നല്ല മനസ്സിനുടമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയാം. പക്ഷേ ആളുടെ ജീവിതത്തിൽ ആൾ പല യുദ്ധങ്ങളും ജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് ചൈൽഡ്ഹുഡ് സ്റ്റേജിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ ആ പ്രശ്നങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾസിലൂടെയൊക്കെ കടന്നുപോയി അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു യൗവന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞു പോയ അതായത് പാസ്റ്റ് ലൈഫിൽ ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ നല്ലതായിട്ട് ഫൈറ്റ് ചെയ്ത് ജീവിതത്തോട് ഫൈറ്റ് ചെയ്ത് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ നല്ലൊരു സ്റ്റേജസിലെത്തി ആ ഒരു ടൈമിലായിരിക്കും ഈ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല ഹാപ്പി ആയിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതൊരു ബ്രേക്കപ്പ് സ്റ്റേജിലേക്കൊക്കെ പോയി അങ്ങനെ സെപ്പറേഷനിലായി അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായി അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ വ്യക്തി വളരെയധികം ഒരു വിഷമത്തിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്നത് ഒരു കാരണമാകാം. പലപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ ഇവർ ഇങ്ങനെ തങ്ങിക്കിടക്കുകയാണ്. അവർ ഓർമ്മകൾ പലപ്പോഴും മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓർമ്മകളിൽ നിന്ന് പലപ്പോഴും. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും ആ ഓർമ്മകൾ ഇങ്ങനെ തള്ളിക്കയറി വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ കൊടുത്ത ആ ഒരു പഴയ വേദന, മുറിവ് അതൊക്കെ ഈ വ്യക്തിയുടെ ഓർമ്മയിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അവർ ഹൃദയം ഇങ്ങനെ വേണ്ട എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഒറ്റക്കാലിൽ അങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് വരാനായിട്ടൊരു പേടിയാണ് അവർക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അവരിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വീണ്ടും അവർക്ക് ഒരു വല്ലാത്ത സ്നേഹം നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പഴയ കാര്യങ്ങളിൽ ഓർമ്മകളൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് വീണ്ടും ഒരു സ്നേഹം വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നൊരു രീതിയിൽ ഇരിക്കുന്നുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവർക്ക് വീണ്ടും ഒരു സ്നേഹം, അതായത് നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്നേഹം കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ വ്യക്തി മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ്. ഒരു വല്ലാതെ ഒരു ഇമോഷൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്റ്റേബിളായിട്ടുള്ളൊരു ഇമോഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്കുള്ളത്.
പക്ഷേ അങ്ങനെയുള്ള ഒരു ഇമോഷൻസ് ഇപ്പോൾ അവരത് പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ പലപ്പോഴും ജീവിക്കാൻ ശ്വാസം വേണമെന്നതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ പേഴ്സൻ്റെ ലക്ഷ്യവും നിങ്ങളെ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ പുറത്തേക്ക് കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വളരെ ഒരു ഇമോഷണലി സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരിക്കാം. അയാളുടെ ഗോൾസൊക്കെ നേടിയെടുക്കാനും ഫ്യൂച്ചറിൽ ഒത്തിരി കാര്യങ്ങൾക്ക് ജോബിൻ്റെ കാര്യത്തിനോ സാമ്പത്തികപരമായിട്ടോ പ്രശ്നങ്ങൾ വന്നപ്പോഴോ ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് ആ ആൾക്ക് നല്ല നന്ദിയുണ്ട്. അതുപോലെ നിങ്ങളൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ലൊരു ഗൈഡൻസ് കിട്ടുമെന്നും അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു ധൈര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടെ നിർത്തണം, അങ്ങനെയൊക്കെയോ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്നൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇപ്പോൾ ഇട്ടിട്ട് പോയി ഉടനെ ഓടി വന്നു എന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വലിയൊരാൾ കളിച്ചാലോ അങ്ങനെയൊക്കെയുള്ളൊരു വിചാരം ആ വ്യക്തിയുടെ മനസ്സിലൂടെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഇതാണ് ഞാൻ ഇട്ടിട്ട് പോയത്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷമം വ്യക്തിക്കുണ്ട്. പല പല വാക്കുകളും പറഞ്ഞു പോയിട്ടുണ്ടാകാം. അതൊക്കെ ഇനി തിരുത്തി പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരെ ഈഗോ ഹർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി സമയം വേണ്ടി വരും. പിന്നെ മനസ്സിലെവിടേക്കോ നിങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്, ജസ്റ്റിസ് ഇതെല്ലാം നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഒരു മനസ്സ് മടുത്തു പോയ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവരിപ്പോൾ റിട്ടേൺ വന്നിരിക്കുകയാണ്. വീണ്ടും അവരുടെ ലൈഫിലേക്ക് ഗോ വിത്ത് ദ ഫ്ലോ എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങളോടുള്ളൊരു സ്നേഹം അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളെ വീണ്ടെടുക്കണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഭയങ്കര അൺഹാപ്പി ആയിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുണ്ടെങ്കിൽ അവർ ഹാപ്പി ആകും എന്ന് അവർ തന്നെ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്ന ഒരു സ്ഥലവും പേഴ്സൺ അത്ര ഒരു കംഫോർട്ട് സോണായിട്ടുള്ളൊരു സ്ഥലമല്ല എന്ന് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ അവരുടെ എന്തോ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഇവർക്ക് ഇവിടെ നിന്നേ മതിയാവും. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം, കുറച്ച് ആളുകളുടെ ഇടയ്ക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്കെടുക്കാം. ആ ഒരു കംഫോർട്ട് സോണിലല്ല വ്യക്തി ഉള്ളത്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടണം ഈ വ്യക്തിക്ക്. എങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു ലക്ഷ്യത്തിൽ അവർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ആ ഒരു ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക്, അപ്പോൾ കുറച്ചൊരു ടൈമൊക്കെ എടുത്ത് എല്ലാ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്നവർ ആഗ്രഹിക്കുന്നു. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി അടുക്കുന്നുണ്ടെങ്കിലും ഒരു ഫിസിക്കലി അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് ആൾക്ക് സാധിക്കുന്നില്ല. മനസ്സുകൊണ്ട് ഇങ്ങനെ ഓടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു പേഴ്സൻ്റെ സോള് നിങ്ങളുടെ ഇഷ്ടത്തിനും സ്നേഹത്തിനും ഒക്കെ വേണ്ടിയിട്ട് ദാഹിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സോൾ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 3 കാർഡുകൾ ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണോട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് 3-4 കാർഡുകൾ ചാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഐ മിസ് യു വെരി ബാഡ്ലി. വളരെ ബാഡായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ്. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല നിൻ്റെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇത്രയും ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി എന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. ഐ ഫീൽ ദ സെയിം ഫോർ യു. നിനക്ക് എന്ത് വിഷമമാണോ ഇപ്പോൾ തോന്നുന്നത്, അതായത് മിസ് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വിഷമമുണ്ട്, സങ്കടമുണ്ട്, ആ ഒരു സെയിം ഫീൽ തന്നെ എനിക്കും ഉണ്ടാകുന്നു എന്ന് പറയും. എവറി മൂമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. നിന്നോടൊത്ത് ഞാൻ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും എനിക്ക്
വിലപ്പെട്ടതാണ്, വളരെയധികം പ്രീഷ്യസ് ആയിട്ടുള്ളതാണ്. ഐ ആം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഇപ്പോൾ ഈ നിമിഷം ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു നിന്നെ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് നീ എൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ മിസ് യു, ഐ മിസ് യു, ഐ മിസ് യു. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു. മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് ആരെങ്കിലുമായിട്ടൊക്കെ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.